ജയോറേലി സ്വാഗതം. ഒരു നല്ല മോട്ടിവേഷൻ സ്റ്റോറി കേൾക്കാം. അലാവുദ്ദീനെയും അത്ഭുത വിളക്കിനെയും കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അലാവുദ്ദീൻ വിളക്ക് കയ്യിലെടുത്ത് മെല്ലെ തുടക്കുമ്പോൾ അതിൽ നിന്നും ഭൂതം പ്രത്യക്ഷപ്പെടുന്നു. ഭൂതം എപ്പോഴും പറയുക, ഇതാണ് താങ്കളുടെ ആഗ്രഹം, എനിക്കുള്ള കൽപ്പനയാണ്. ഇപ്പോൾ പ്രചാരത്തിലുള്ള കഥയിൽ 3 ആഗ്രഹങ്ങളാണ് സാധിക്കുകയെന്നാൽ കഥയുടെ യഥാർത്ഥ രൂപത്തിൽ ആഗ്രഹങ്ങൾക്ക് പരിധിയെ നിശ്ചയിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കൂ. ആ ഭാവനയെ നമുക്ക് ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കാം. ഓർക്കുക, അലാവുദ്ദീൻ എപ്പോഴും തനിക്ക് ആഗ്രഹമുള്ളത് ചോദിച്ചു വാങ്ങുന്ന ആളാണ്. ഈ മഹാപ്രപഞ്ചമുണ്ട്, അതാണ് ഭൂതം. പല കാലങ്ങളിൽ പല സംസ്കാരങ്ങളിൽ അതിന് പല പേരുകൾ നൽകി. നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന മാലാഖ, നിങ്ങളുടെ തന്നെ ഉന്നതമായ സ്വത്വം, എന്തു പേരിട്ടാലും കൊള്ളാം. നിങ്ങൾക്ക് സൗകര്യമായത് ഏതോ ആ പേര് തിരഞ്ഞെടുക്കാം. പക്ഷേ ഏതു കാലത്തും ഏതു സംസ്കാരത്തിലും ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്: നമ്മളെക്കാൾ വലുതായ എന്തോ ഒന്നുണ്ട്. ആ ഭൂതം എപ്പോഴും പറയുന്നത്, അതാണ് താങ്കളുടെ ആഗ്രഹം, എനിക്കുള്ള കൽപ്പനയാണ് നിങ്ങളുടെ ജീവിതം, അതിലുള്ളതെല്ലാം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചതാണ് എന്ന് അതിമനോഹരമായ ഈ കഥ ലളിതമായി പറഞ്ഞു തരുന്നു. ഭൂതം നിങ്ങളുടെ ഏതാഗ്രഹവും നിറവേറ്റി തരുന്നു. ആകർഷണ നിയമമാണ് ആ ഭൂതം. അത് എല്ലായ്പ്പോഴും സമീപത്തുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത് എല്ലാം ഭൂതം ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, ഭൂതം കരുതുന്നു. നിങ്ങൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നുവോ അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഏതു കാര്യത്തിൽ പ്രവർത്തിക്കുന്നുവോ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയാണ് ഭൂതം മനസ്സിലാക്കുന്നത്. നിങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ യജമാനൻ. നിങ്ങളെ സേവിക്കുകയാണ് ഭൂതത്തിന്റെ കടമ. നിങ്ങളുടെ ആജ്ഞകളെ ഭൂതം ഒരിക്കലും ചോദ്യം ചെയ്യില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഉടൻ തന്നെ ഭൂതം ഈ പ്രപഞ്ചത്തെ അതിനായി ചലിപ്പിക്കുന്നു. ആളുകളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ ഭൂതം നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നു. ഒരു നല്ല മാറ്റത്തിന് ഈ കഥ തുടക്കം കുറിക്കട്ടെ. നന്ദി.